മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2023-24 വർഷത്തിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഞ്ചായത്ത് പൗരാവലി സ്വീകരണം നൽകി. ഓടത്തിൽ പീടികയിൽ നിന്നും പൊതുജനങ്ങളും നാട്ടുകാരും സ്വീകരിച്ച് ഘോഷയാത്രയായി കാവിൻമൂലയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ഞാൻ വന്നപാടെ ചോദിച്ചു 100 പണി പൂർത്തീകരിച്ചവരിൽ എത്രയുണ്ട്. അപ്പൊ 400-ലധികം പേര് 100 പണി പൂർത്തീകരിച്ചെന്നാണ് ഇവിടെ പ്രസിഡന്റ് മെമ്പേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞത്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു 400 പേര് 100 പണി തയ്ക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യം, ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ അതും പിന്നീട് ഞാൻ ചോദിച്ചു പറഞ്ഞത് തുടർച്ചയായിട്ടാണ് അല്ലേ ഈ അംഗീകാരം നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഈ ഒരു പ്രകാരം തൊഴിലുറപ്പ് പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ്, ഒരു താല്പര്യം എടുക്കുന്നു. അതുപോലെ തന്നെ അവർ മാത്രം എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മാറ്റുമാർക്കും ഒരു താല്പര്യം ഉണ്ടാവണം കേട്ടോ അല്ലേ. താല്പര്യം അവരാണല്ലോ ഈ പഞ്ചായത്തിൽ എപ്പോഴും പോയി മറ്റു മത്സരം മേടിക്കലും അല്ലേ, അവർ നിരന്തരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും കൂടി എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായിട്ട് വീണ്ടും ഒരു മഹാത്മാ അവാർഡ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതിലെ മാറ്റുകൾ, അതുപോലെ തന്നെ മെമ്പർമാർ, തൊഴിലാളികൾ, ബഹുമാനപ്പെട്ട മന്ത്രിയാണ് സർട്ടിഫിക്കറ്റ് വിതരണം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M രമേശൻ, മോഹനൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ TV സീത, ബാബുരാജ്, KK ജയരാജൻ, മാമ്പ്രത്ത് രാജൻ, CP അനസ്, PP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ മറുപടി പ്രസംഗം നടത്തി. പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും മറ്റു പ്രവർത്തകരും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ പറഞ്ഞു. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിച്ചതും 532 ആക്റ്റീവ് തൊഴിലാളികളിൽ 410 തൊഴിലാളികളും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാമിക ന്യൂസ്, ചക്രക്കൽ.